കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ നടക്കുന്ന അന്വേഷണത്തിൽ 100% പ്രതീക്ഷയെന്ന ഭാര്യ മേരിക്കുട്ടി. വി ആർ സജി അടക്കം 4 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇതിൽ സാബുവിന്റെ ഫോൺ പോലീസിന് കൈമാറും. വി ആർ സജി ഭീഷണിപ്പെടുത്തിയതടക്കം പോലീസിന് മൊഴി നൽകിയതായും മേരിക്കുട്ടി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സുബിൻ, ഇന്നലെ ജനം ഡിബേറ്റിലടക്കം ഭാര്യ മേരിക്കുട്ടിയുടെ പ്രതികരണം വന്നതാണ്. വലിയ പ്രതീക്ഷയിലാണ് അവർ. നീതി ലഭിക്കണം എന്നത് ന്യായമായ ആവശ്യവും. വി ആർ സജി അടക്കം 4 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇതേ ആവശ്യം ഉന്നയിച്ച കഴിഞ്ഞ ദിവസം BJPയുടെ നേതൃത്വത്തിലും പോലീസ് സ്റ്റേഷൻ ഉപരോധമൊക്കെ ഉണ്ടായിരുന്നു. സുബിൻ, കൂടുതൽ വിവരങ്ങൾ കൂടി. അന്വേഷണത്തിൽ 100% പ്രതീക്ഷയെന്നാണ് രാവിലെ സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അന്വേഷണ സംഘം നിലവിൽ അന്വേഷണം നടത്തട്ടെ. അന്വേഷണത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ വീഴ്ചകൾ കണ്ടെത്തി അല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടെന്ന് തോന്നിയാൽ മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന കാര്യത്തിലേക്ക്, അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് അവർ പ്രധാനമായും പറഞ്ഞത്. പ്രധാനമായും അവർ മുമ്പോട്ട് വെച്ചൊരു ആവശ്യം വി ആർ സജി ഉൾപ്പെടെ ഈ ബാങ്ക് ജീവനക്കാരായ 3 പേരെയും ഉൾപ്പെടുത്തി മൊത്തം 4 പേർക്കെതിരെ, വി ആർ സജി ഉൾപ്പെടെ 4 പേർക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തണമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് വിശദമായി തന്നെ പറഞ്ഞു. ഇന്നലെ മൊഴിയെടുക്കാനെത്തിയപ്പോൾ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫോൺ ഇന്ന്, അതായത് ഫോണിലാണ് ഈ കോൾ റെക്കോർഡ് ഉൾപ്പെടെയുള്ളത് ഈ സാബുവിന്റെ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ ഈ സാബുവിന്റെ ഫോൺ ഇന്ന് പോലീസിൽ ഹാജരാക്കാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 9 മണിയോടുകൂടി ഈ ഒരു ഫോൺ ഈ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ഇന്ന് മേരിക്കുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പൈസ തിരികെ തരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രധാനമായും ബാങ്ക് നടത്തുന്നത് എന്നും അവർ ആരോപിക്കുന്നു. അവർക്ക് അവിടെ നിക്ഷേപിച്ച തുക പൂർണ്ണമായും തിരികെ വേണം. അതിനപ്പുറം തന്റെ ഭർത്താവിന് നീതി വേണം എന്നൊരാവശ്യവും അവർ മുമ്പോട്ട് വയ്ക്കുന്നു. നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോരാടാൻ അവർ തയ്യാറാണ്, പോരാടുക തന്നെ ചെയ്യുമെന്നും അവർ വ്യക്തമായി തന്നെ പറയുന്നു. അതേസമയം ഇന്ന് നമ്മൾ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള MJ വർഗീസുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. ഈ MJ വർഗീസ് പറയുന്നത് പ്രകാരം ഈ സാബുവിനോട് ജീവനക്കാർ മോശമായി പെരുമാറാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ബാങ്ക് പ്രസിഡന്റ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു ജീവനക്കാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടപടി സ്വീകരിക്കും. തിങ്കളാഴ്ച ഒരു ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമാവും ഈ ഒരു ബാങ്കിൻ്റെതായിട്ടുള്ള അന്വേഷണം നടക്കുക. ആ അന്വേഷണത്തിന് ശേഷമാവും ഈ ഏതുതരം നടപടി, അല്ലെങ്കിൽ ഇവർക്ക് വീഴ്ച ഉണ്ടായിട്ടോ നടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തി വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടികളിലേക്ക് കടക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ജീവനക്കാർ ഏതെങ്കിലും തരത്തിൽ സാബുവിനോട് മോശമായി പെരുമാറുമെന്നോ സാബു തിരിച്ചു മോശമായി പെരുമാറുമെന്നോ കരുതുന്നില്ലെന്നും വർഗീസ് പറയുന്നുണ്ട്. കൂടാതെ ബാങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 20 കോടിയോളം രൂപ തിരികെ പിരിഞ്ഞു കിട്ടാനുണ്ട്. ഇതിനിടയിൽ നിരവധി നിക്ഷേപകർ ഈ പണം ആവശ്യപ്പെട്ടെത്തുന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇത്തരത്തിൽ ഈ ഒരു ബാങ്കിന്റെ നിലവിലെ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. അതായത് വലിയ തുകകൾ ഈ ബാങ്കിൽ നിക്ഷേപിച്ച് നിൽക്കുന്നവർ ഒറ്റയടിക്ക് ഈ പണം പിൻവലിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതാണ് ഈ നിലവിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി ബാങ്ക് നേരിടുന്നത് എന്നാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ബാങ്ക് ജീവനക്കാരെ പിന്താങ്ങി, അല്ലെങ്കിൽ ബാങ്ക് ജീവനക്കാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ MJ വർഗീസിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതേസമയം മേരിക്കുട്ടി പറയുന്നത് പ്രകാരം ബാങ്ക് ജീവനക്കാർ അത്ര നല്ല പെരുമാറ്റമല്ല പലപ്പോഴായി 1.5 വർഷമായി അവർ അനുഭവിക്കുന്നതാണ്. നല്ല പെരുമാറ്റമല്ല ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസ് ഇന്ന് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇന്ന് കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. പോലീസ് ഈ 9 മണിയോടുകൂടി ഈ മൊബൈൽ ഫോൺ ലഭിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിലെ കോൾ ഹിസ്റ്ററി, കോൾ ഡീറ്റെയിൽ അടക്കം എടുത്ത് വിശദമായ പരിശോധനകളെല്ലാം തന്നെ നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ ഈ കൂടുതൽ പ്രത്യേക സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ മൊഴികൾ ഇന്ന് രേഖപ്പെടുത്തും. അതായത് ഈ ബാങ്ക് ജീവനക്കാർ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
എന്തായാലും ഈ തെളിവുകൾ കിട്ടുന്ന മുറയ്ക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് നിലവിലെ പോലീസിന്റെ നീക്കം. നിലവിൽ ഇതുവരെ ഈ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ കാലതാമസം പോലീസ് വരുത്തി എന്ന് തന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിലൂടെ അറിയിച്ചത്.